प्रिय बच्चे नमस्ते। पिछले कक्षा में हमने ज़रूरी गुराक नाम के एक एकांगी के बारे में एकांगी के कुछ अंश के बारे में चर्चा किया। प्रस्तुत एकांगी किसने लिखा है? या बलराम अग्रवाल। ये एक बाल ഏകാംഗി है അല്ലേ? ഓക്കെ, കുട്ടികളുടെ ഒരു ഡ്രാമയാണത്. പ്രസ്തുത ഏകാംഗി के पहले अंक में क्या क्या है? എന്തായിരുന്നു ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞത്? शुभम, अंकित, शिवानी नामक 3 बच्चों को हमने परिचय किया അല്ലേ? शिवानी, अंकित അതുപോലെ ശുഭം എന്ന 3 കുട്ടികളെ നമ്മൾ പരിചയപ്പെട്ടു. अंकितुम शिवानियुम घर के ड्राइंग रूम में टीवी पर कुछ कार्यक्रम देख रहे थे അല്ലേ? അതായത് അങ്കിതും ശിവാനിയും വീട്ടിലെ ഡ്രോയിങ് റൂമിൽ ഇരുന്നിട്ട് ടി വിയിൽ എന്തോ ഒരു പ്രോഗ്രാം കാണുമായിരുന്നു. ആ സമയത്താണ് ബാഹർ സെ പുറത്തു നിന്ന് ശുഭം നാമ കേക്കിലെടുക്ക ഉസ് കമരയ്ക്ക് അന്തർ പ്രവേശിക്കുക അല്ലേ? ആ റൂമിലേക്ക് പ്രവേശിച്ചു, ഡ്രോയിങ് റൂമിലേക്ക് പ്രവേശിച്ചു. വ മേസെ ഏക്ക് റിമോട്ട് ഉടാക്കർ ടി വിക്ക് കാര്യക്രം ബദലിനെ ലഗ്തേ ഹെ അല്ലേ? അത് അവൻ പുറത്തുനിന്ന് വന്നിട്ട് ആ ടേബിളിൽ നിന്ന് റിമോട്ട് എടുത്തിട്ട് അത് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി അല്ലേ? ഉസ് സമയം ബൗത്ത് ഗുസ്സെ സെ अंकित और शिवानी ശുഭം സെ ടാണ്ട അല്ലേ? അതായത് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് അങ്കിതും ശിവാനിയും ശുഭത്തോട് ദേഷ്യപ്പെട്ടു അല്ലേ? ഉസ് സമയം ശുഭംനെ ക്യാ കഹ, എന്താണ് ശുഭ അവരോട് പറഞ്ഞത്? എന്താ പറഞ്ഞത് ആ സമയത്ത്? ഈസ് दुनिया के सब बातें टीवी से देखना अല്ലേ? कोई सिर्फ कार्टून कार्यक्रम नहीं देखा അല്ലേ? അതായത് കാർട്ടൂൺ പ്രോഗ്രാം മാത്രം കണ്ടാൽ പോരാ, ലോകത്തിലെ ബാക്കി ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത് നമ്മൾ കാണേണ്ടതാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആ സമയത്ത് ഇവർ പറഞ്ഞു എന്താണ്? ആ പഠായി ലിഖ്നെ കെ ബാദ് ദക്കേ ഹുയെ ഹംകോ कार्टून कार्यक्रम के जैसा अलावा कोई कार्यक्रम नहीं है അല്ലേ? അതായത് പഠനം കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന ഞങ്ങൾക്ക് കാർട്ടൂൺ പ്രോഗ്രാം അല്ലാതെ വേറൊരു പ്രോഗ്രാം ഞങ്ങൾക്ക് കാണേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മുടെ ശുഭ എന്താ പറയുന്നത്? കൽ പാപ്പ മമ്മിക്കോ ജോ ഗുരാക് ദിയ അല്ലേ? ഉസ്കി ജരൂരത്ത് തും ദോനോക്കോ ബി ഹെ അല്ലേ? അതായത് ഇന്നലെ ഫാദർ എന്ത് അഡ്വൈസാണോ അമ്മയ്ക്ക് നൽകിയത് അതേ ഡോസ് നിങ്ങൾക്കും ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് സംശയം, എന്ത് അഡ്വൈസാണ്, എന്ത് ഡോസാണ് ഇവിടെ കൊടുത്തതെന്നുള്ളത് അല്ലേ? ആ കാര്യം ചോദിക്കുന്നു. അബ് ദേഖിയേ പേജ് നമ്പർ 37. प्रकाश व्यवस्था के माध्यम से दृश्य बदलता है. सोफे पर बैठी मम्मी कोई टीवी सीरियल देखने में मस्त है और बीच बीच में कभी गुस्से के तो कभी प्रसन्नता के भाव दिखाती है, जिससे पता चलता है कि वह सीरियल को विभोर होकर देख रही है. यह सारा दृश्य मौनपूर्वक चल रहा है. हिंदी समाचार पत्र एक के रूप में लड़का एक बोलता हुआ मंच पर एक ओर से दूसरी ओर गुजर जाता है. പ്രകാശ് വ്യവസ്ഥ കെ മാധ്യം സെ. അപ്പോൾ ഫസ്റ്റ് സീനിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ വീട്ടിലെ ഡ്രോയിങ് റൂമിൽ അതായത് ശിവാനിയും അങ്കിതും അതുപോലെ ശുഭവും തമ്മിലുള്ള ആ കാര്യങ്ങളാണ് അല്ലേ? അതൊരു ചർച്ച, ഒരു വാദവിവാദത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ കണ്ടു ആ സീന്. അപ്പോൾ ആ സീൻ മാറുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത അഡ്വൈസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സീന് രംഗം മാറുന്നു. പ്രകാശ് വ്യവസ്ഥ കെ മാധ്യം സെ എന്താ? പ്രകാശ് വ്യവസ്ഥ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് അല്ലേ? ആ പ്രകാശ വ്യവസ്ഥയുടെ മാധ്യമത്താൽ ദൃശ്യ ബദൽത്ത ഹെ. ഫസ്റ്റ് സീൻ അവിടെ ദൃശ്യ മീൻസ് സീൻ അവിടെ മാറുന്നു, ചേഞ്ച് ചെയ്യുന്നു. സോഫേ പർ ബൈട്ടി മമ്മി. ഇനി സോഫയിലിരുന്ന്
ഇന്നലത്തെ കാര്യമാണ്, അപ്പോൾ ആ കാര്യം ഒന്ന് പറയണമല്ലോ. അതാണ് സോഫേ പർ ബൈട്ടി. എന്താണ്? സോഫയിൽ ഇരുന്നിട്ട് മമ്മി കോയി ടി വി സീരിയൽ, മമ്മി ഏതോ ടി വി സീരിയൽ ദേഖ്നേമേം കാണുന്നതിൽ മസ്ത് ഹേ. എന്താ മസ്ത്? ആ അമ്മ മുഴുകിയിരിക്കുകയാണ് അല്ലേ. और बीच बीच में ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അമ്മ സോഫയിൽ ഇരുന്നിട്ട് എന്തോ ടി വി സീരിയൽ അത്രയും മുഴുകിയിരിക്കുകയാണ്. ബീച്ച് ബീച്ച് മേ ഇടയ്ക്കിടയ്ക്ക് കബി എന്തുണ്ട്? ഗുസ്സേക്ക്. എന്താ ഗുസ്സ? മീൻസ് ആംഗ്രി, അമ്മയുടെ എന്താണ് ഒരു ദേഷ്യഭാവം. തോ കബി ഇടയ്ക്ക് എന്തുണ്ട്? പ്രസന്നതാക്കേ ഭാവ്. എന്താ പ്രസന്നത? പ്ലഷർ, സന്തോഷം, സന്തോഷ ഭാവ്. ഭാവ് മീൻസ് എക്സ്പ്രഷൻ. അപ്പം അമ്മയുടെ മുഖത്ത് ഇടയ്ക്ക് ദേഷ്യത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ വരുന്നുണ്ട്, ഇടയ്ക്ക് എന്താണ്? പ്രസന്നത അല്ലേ, സന്തോഷത്തിൻ്റെ എക്സ്പ്രഷൻസും വരുന്നുണ്ട്. ജിസ്സെ പതാ ചൽത്താ ഹെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു കി അതായത് വ സീരിയൽക്കോ അവർ സീരിയൽക്കോ ആ സീരിയലിലെ വിബോർ ഹോക്കർ. എന്താ വിബോർ ഹോന? ഇൻക്രീസ് ചെയ്യുക, മുഴുകുക, എൻഗേജ് ചെയ്യുക അല്ലേ, അതിൽ മുഴുകിയിട്ട് ദേഖ് രഹി ഹെ മുഴുകിയിരിക്കുകയാണെന്ന് നമുക്ക് അവരുടെ എക്സ്പ്രഷൻസ് മുഖത്തെ ഭാവം കണ്ടാൽ മനസ്സിലാവും എന്നാണ് പറയുന്നത്. ഈ സാര ദൃശ്യ മൗൻപൂർവക് ചൽ രഹാ. ഇവിടെ കോൺവെർസേഷനൊന്നും വരുന്നില്ല, അമ്മയുടെ മുഖഭാവം ആണ് ഇവിടെ, എക്സ്പ്രഷൻസ് ആണ് ഇവിടെ മനസ്സിലാവുന്നത്. ഈ സാര ദൃശ്യ ഈ ദൃശ്യം രംഗം മൗൻപൂർവക് ചൽ രഹാ ഹെ വളരെ സൈലൻ്റ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. हिंदी समाचार पत्र एक के रूप में यानी हिंदी समाचार पत्र हिंदी ന്യൂസ് പേപ്പർ ഒന്നിൻ്റെ രൂപത്തിൽ ലഡ്ക ഏക്ക് നമ്മൾ മുന്നേ പരിചയപ്പെട്ട ലഡ്ക ഏക്ക് ബോൾത്താ ഹുവ ന്യൂസ് പേപ്പർ റീഡ് ചെയ്തുകൊണ്ട് മഞ്ച് പർ ആ സ്റ്റേജിൻ്റെ മഞ്ച് മീൻസ് സ്റ്റേജിൽ നിൻ്റെ ഏക് ഓർ സേ ഒരു ഭാഗത്ത് നിന്ന് ഒരു സൈഡിൽ നിന്ന് എന്താണ് ദൂസരി ഓർ ഗുസർ ജാത്താ ഹേ ഈ സ്റ്റേജിൽ നിന്ന് ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ദിക്കിലേക്ക് ഗുസർ ജാത്താ ഹേ പാസ് ചെയ്യുന്നു അവൻ. ഇനി എന്താണ് ആ കുട്ടി വായിച്ചു പോകുന്ന ആ ന്യൂസ്? ലഡ്ക ഏക്ക് जापान में जबरदस्त भूकंप हजारों लोगों की मौत करोड़ों की संपत्ति का नुकसान. എന്താ വായിച്ചു പോകുന്ന ന്യൂസ്? എന്താണ്? സമാചാർ ഹിന്ദി സമാചാർ പത്ര ഏക് ക ലഡ്ക ജാപ്പാൻ മേ ജബർദസ്ത് ഭൂകമ്പ് ജപ്പാനിലെ ജബർദസ്ത് ഭൂകമ്പ് വളരെ വലിയ ഒരു ഭൂകമ്പം. ഹസാറും ലോകം കി മൗത്ത് ഹസാർ മീൻസ് തൗസൻഡ്സ് ഹസാറും ലോകം കി മൗത്ത് അല്ലേ മൗത്ത് മീൻസ് ഡെത്ത് ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു. കരോഡോം കി സമ്പത്തി കാ നുക്സാൻ കരോഡോം കി കോടിക്കണക്കിന് ആളുകളുടെ സമ്പത്തി കാ നുക്സാൻ അവരുടെ സമ്പത്തിന് നുക്സാൻ മീൻസ് ലോസ് നഷ്ടം അല്ലേ. അപ്പോൾ സമ്പത്ത് നഷ്ടപ്പെട്ടു, ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു, കോടിക്കണക്കിന് ആളുകളുടെ സമ്പത്തൊക്കെ എല്ലാം നശിച്ചു. अंग्रेजी समाचार पत्र के रूप में लड़का दो बोलता हुआ मंच पर दूसरी ओर से पहली ओर को गुजर जाता है. ഇനി എന്താ പറയുന്നത്? അംഗ്രേസി സമാചാർ പത്ര കെ രൂപമേ ഇംഗ്ലീഷ് അംഗ്രേസി മീൻസ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ രൂപത്തിൽ ലഡ്കാദോ രണ്ടാമത്തെ ആൺകുട്ടി ബോൾത്താ ഹുവ റീഡ് ചെയ്തുകൊണ്ട് മഞ്ച് പർ ആ സ്റ്റേജിൻ്റെ ദൂസരി ഓർസെ രണ്ടാമത്തെ സൈഡിൽ നിന്ന് പെഹലി ഓർക്കോ മറ്റേ സൈഡിലേക്ക് ഒന്നാമത്തെ സൈഡിലേക്ക് ഗുസർ ജാത്താ ഹെ പാസ് ചെയ്ത് പോകുന്നു. ലഡ്കാദോ അവൻ റീഡ് ചെയ്യുന്ന ഇംഗ്ലീഷ് ന്യൂസാണ്. മെസ്സിവ് earthquake hit Japan. About 400 people are dead and 500 missing. Heavy loss of national property. എന്താ പറയുന്നത്? മെസ്സിവ് earthquake hit Japan അല്ലേ, അതായത് ജപ്പാനിലെ വളരെ വലിയ ഭൂകമ്പം about 400 people are dead അല്ലേ 400 people അല്ലേ 400 ആളുകൾ മരിച്ചു. ആൻഡ് 500 missing 500 ആളുകളോളം കാണാനില്ല, മിസ്സിംഗ് ആണ്. ഹെവി ലോസ് ഓഫ് നാഷണൽ പ്രോപ്പർട്ടി ഹെവി ലോസ് ഓഫ് വളരെ വലിയ നഷ്ടം എന്തുണ്ടായി? നാഷണൽ പ്രോപ്പർട്ടി അല്ലേ നാഷണൽ പ്രോപ്പർട്ടിക്ക് വളരെയധികം നഷ്ടം സംഭവിച്ചു. നെക്സ്റ്റ് പേജ്. हिंदी समाचार पत्र दो के रूप में लड़की एक बोलती हुई मंच के निचले सिरे से ऊपरी सिरे की ओर गुजर जाती है. हिंदी समाचार पत्र दो हिंदी न्यूज़पेपर दो के रूप में लड़की ഗേള് ഒന്ന് ബോൾത്തി ഹുയി റീഡ് ചെയ്തുകൊണ്ട് മഞ്ച് കെ നിച്ചലെ സിരേസെ മഞ്ചിൻ്റെ സ്റ്റേജിൻ്റെ നിച്ചലെ സിരേസെ താഴെ നിന്ന് ഉപരി സിരേക്കി ഓർ ഗുജർ ജാത്തിയെ മുകളിലോട്ട്
പോകുന്നു, പാസ് ചെയ്യുന്നു. ആ ന്യൂസ് റീഡ് ചെയ്യുന്നതാണ് അവിടെ, അത് സ്റ്റേജിൽ കാണിക്കുകയാണ് കേട്ടോ. അതായത് ആ ന്യൂസ് പോകുന്നത് ഇപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് ഫ്ലാഷ് ന്യൂസ് അടിയിൽ കൂടെ കാണുമല്ലോ, ആ ന്യൂസിൻ്റെ രൂപത്തിലാണ് അവർ പറയുന്നത്. लड़की 1 एक आज सुबह लगभग 5 बजे जापान का टोक्यो शहर जबरदस्त भूकंप के कारण तबाह हो गया है. कितनी ही इमारतें ज़मीन में धंस गई है. हज़ारों लोग मलबे के नीचे दबे पड़े हैं. आज सुबह ഇനി എന്താണ് ന്യൂസ് വായിക്കുന്നത്? ആജ് സുബഹ്, സുബഹ് മീൻസ് മോർണിംഗ്, ഇന്ന് മോർണിംഗ്. ലഗ്ബഗ് മീൻസ് ഏകദേശം. 5 बजे 5 o'clock. ജപ്പാൻ കാ ടോക്കിയോ ഷഹർ, ജപ്പാനിലെ ടോക്കിയോ ഷഹർ സിറ്റി, ഷഹർ മീൻസ് സിറ്റി. അപ്പോൾ ജപ്പാനിലെ ടോക്കിയോ ഷഹറിൽ, ടോക്കിയോ സിറ്റിയിലെ ജബർദസ്ത് ഭൂകമ്പ് കെ കാരണം, വളരെ വലിയ ഭൂകമ്പം കാരണം തബാഹ് ഹോ ഗയാ ഹെ, ആകെ തകർന്ന് തരിപ്പണമായി. കിത്തനി ഹി ഇമാരത്തെ, എത്ര ബിൽഡിങ്സുകളാണ്. ജമീൻ മീൻസ് ഫ്ലോർ, നിലത്ത്. ദംസ് ഗയി ഹെ, എന്താണ് ദംസ് ഗയി എന്നാൽ അകപ്പെട്ടു. അപ്പോൾ ഒരുപാട് കെട്ടിടങ്ങൾ, ബിൽഡിങ്സ് ഒക്കെ ഭൂമിയിൽ നിലം പതിച്ചു. ഹസാറും ലോഗ്, ആയിരക്കണക്കിന് ആളുകൾ. മൽബേക്കെ നീച്ചെ, എന്താ മൽബെ? കെട്ടിടാവശിഷ്ടങ്ങളുടെ നീച്ചെ, അടിയിൽ. ദബേ പടേഹെ, അമർന്ന് ഇരിക്കുന്നു. എന്താ പറയുന്നത്? ലഡ്കി ഏക്ക് ആജ് സുബഹ് ലഗ്ഭഗ് 5 बजे जापान का टोक्यो शहर में ജബർദസ്ത് ഭൂകമ്പ് കെ കാരണം തബാഹ് ഹോ ഗയാ ഹെ. ഇന്ന് പുലർച്ചെ 5 മണിക്ക് ജപ്പാനിലെ ടോക്കിയോ സിറ്റിയിലുണ്ടായ ഭൂകമ്പത്തിൽ ഒരുപാട് ഭൂകമ്പം കാരണം സിറ്റി ആകെ തകർന്ന് തരിപ്പണമായി. കിത്തനി ഹി ഇമാരത്തെ ജമീൻ മേ ദംസ് ഗയി, ഒരുപാട് ബിൽഡിങ്സുകളൊക്കെ ഭൂമിയിൽ നിലം പതിച്ചു. ഹസാറും ലോഗ് മൽബേക്ക് നീച്ചെ ദബേ പടേ, ഇനി നിലം പൊത്തിയിട്ടുള്ള കെട്ടിടാവശിഷ്ടങ്ങൾക്ക് അടിയിൽ ആരുണ്ട്? ഹസാറും ലോഗ് അല്ലേ, ആയിരക്കണക്കിന് ആളുകൾ അവിടെ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് അടിയിലാണ്. ഓക്കെ. ഇസി ബീച്ച് പാപ്പ കാ മഞ്ച് പർ പ്രവേശ്. അപ്പോൾ മമ്മി ഇങ്ങനെ ആ സീരിയൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ലയിച്ചിരിക്കുന്ന സമയത്താണ് ഈ ന്യൂസുകൾ അടിയിൽ. അപ്പോൾ ഈ കുട്ടികൾ പറയുന്ന ന്യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടി വിയുടെ ഫ്ലാഷ് ന്യൂസ് സൈഡിലൂടെയും അതുപോലെ ടി വിയുടെ അടിയിൽ കൂടെയൊക്കെ പോകുന്ന ആ ന്യൂസ്, ഫ്ലാഷ് ന്യൂസാണ് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇസി ബീച്ച്, ഇതൊന്നും അറിയാതെ അമ്മ എന്താണ്, അമ്മയുടെ എല്ലാ ശ്രദ്ധയും എവിടെയാണ്? അമ്മ ആ ടി വി സീരിയൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ അമ്മ ഇരിക്കുകയാണ് അല്ലേ. ഇസി ബീച്ച്, ഇതിനിടയിലാണ് പാപ്പ കാ മഞ്ച് പർ പ്രവേശ്, ആര് വരുന്നത്? പാപ്പ, ഫാദർ മഞ്ച് സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ സ്റ്റേജിലേക്ക് പ്രവേശിക്കാനാലും ആ പാപ്പ അമ്മ കാണുന്ന ടി വി പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ആ റൂമിലേക്ക് കയറി വരികയാണ്. कोने में रखे टेलीविजन के सामने रखी मेज पर से रिमोट उड़ाकर चैनल बदलने लगते हैं. അപ്പോൾ പെട്ടെന്ന് പാപ്പ ഏതാ നോക്കിയത്? സീരിയലല്ല പാപ്പ നോക്കിയത്, ആ ഫ്ലാഷ് ന്യൂസാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട്. അപ്പോൾ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇസി ബീച്ച് പാപ്പ കാ മഞ്ച് പർ പ്രവേശ് കോനേമേ, കോന മീൻസ് കോർണർ, ഒരു സൈഡിൽ നിന്ന് രേഖ സൈഡിൽ വെച്ചിട്ടുള്ള ടെലിവിഷൻ കെ സാമനെ, ടി വിയുടെ മുന്നിൽ, രഗി മേസ് പർ വെച്ചിട്ടുള്ള മേസ് പർ ടേബിളിൽ നിന്ന്, റിമോട്ട് ഉടാക്കർ റിമോട്ട് എടുത്തിട്ട്, ചാനൽ ബദലിനെ ലഗ്തെ ഹെ, ചാനൽ എന്ത് ചെയ്യുന്നു? അദ്ദേഹം ചേഞ്ച് ചെയ്യുന്നു. മമ്മി ഹക് ബഗാക്കർ ഗുസ്സേ മേ, അരെ അരെ യേ ക്യാ കർ രഹേ ഹെ? പാപ്പ ന്യൂസ് ചാനൽ पर लगा रहा हूँ. मम्मी हे भगवान मनोरंजन चैनलों से इतनी चिट क्यों है आपको? അപ്പോൾ അമ്മ എന്താണ്, ഇദ്ദേഹം ചാനൽ മാറ്റാൻ തുടങ്ങിയപ്പോൾ മമ്മി പറയാണ് ഹക് ബഗാക്കർ ഗുസ്സേമേ, ഹക് ബഗാക്കർ ഒന്ന് ശബ്ദം ഇടറിക്കൊണ്ട്, ഗുസ്സേമേ ആൻഗ്രി, ദേഷ്യത്തോട് കൂടിയിട്ട് അമ്മ പറയാണ് അരേ അരേ യേ ക്യാ കരേ ഹേ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? പാപ്പ ന്യൂസ് ചാനൽ പർ ലഗാ രഹാഹും, ഞാൻ എന്ത് ചെയ്യാണ്? ന്യൂസ് ചാനൽ ലഗാ രഹാഹും, ഞാൻ ന്യൂസ് ചാനൽ വെക്കുകയാണ്. മമ്മി ഹേ ഭഗവാൻ, ഓ ഗോഡ് മനോരഞ്ജൻ ചാനലോം സേ, എൻ്റർടൈൻമെൻറ്റ് ചാനലുകളോട് ഇത്തിനി ചിഡ് ക്യോം ഹേ, ഇത്രത്തോളം ചിഡ് മീൻസ് ആംഗ്രി, ദേഷ്യം. ക്യോം ഹേ എന്താണ്? ആപ്കോ താങ്കൾക്ക് എന്താണ് ഈ മനോരഞ്ജൻ ചാനലുകളോട് ഇത്രത്തോളം, വിനോദ ചാനലുകളോട് നിങ്ങൾക്ക് ഇത്രത്തോളം ദേഷ്യം എന്താണെന്ന് അവർ ചോദിക്കുന്നു. ഓക്കെ, അമ്മ ചോദിക്കുകയാണ് അച്ഛനോട്. നെക്സ്റ്റ് പാപ്പ റിമോട്ട് से चैनल बदलते हुए निटला नकारा और बुद्धिहीन बना डालने वाले चैनलों को मनोरंजन चैनल समझना पता नहीं कब छोड़ोगी तुम? मम्मी
51 पर लगाओ न्यूज़ चैनल 50 के बाद ही है सारे नाश कर दिया सारे सीरियल का. അപ്പോൾ പാപ്പ എന്താ പറയുന്നത്? റിമോട്ട് സെ ചാനൽ ബദൽത്തെ ഹുയെ. പാപ്പ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ റിമോട്ട് കൊണ്ട് ചാനൽ ബദൽത്തെ ഹുയെ ചാനൽ മാറ്റിക്കൊണ്ട് എന്താ പറയുന്നത്? നിട്ടല്ല നകാര ഔർ ബുദ്ധിഹീൻ ബന. നിട്ടല്ല നകാര എന്താണ്? നിട്ടല്ല നകാര എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് ഒന്നിനും കൊള്ളാത്ത നകാര അല്ലേ, ഔർ ബുദ്ധിഹീൻ ബുദ്ധിയില്ലാത്തവരാക്കുന്ന ബന മീൻസ് ഉണ്ടാക്കുന്ന ബുദ്ധിയില്ലാത്തവരാക്കുന്ന ഒന്നിനും കൊള്ളാത്തവരാക്കുന്ന ഡാൽനേവാലെ അല്ലേ, അങ്ങനെ ഒന്നിനും കൊള്ളാത്തവരാക്കുന്ന ബുദ്ധിയില്ലാത്തവരാക്കുന്ന ചാനലോംകോ ചാനലുകളെ മനോരഞ്ജൻ ചാനൽ സമജ്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ എന്ന് സമജ്ന കരുതുന്നത് പതാനഹിം അറിയില്ല. കബ് ചോടോഗീത്തും നീ എന്ന് ഉപേക്ഷിക്കും. ചോടന മീൻസ് ഉപേക്ഷിക്കുക. അപ്പോൾ എന്താണ്? ഒരു യൂസ്ലെസ് ആക്കുന്ന ബുദ്ധിഹീനന്മാരാക്കുന്ന ഈ ചാനലുകളെ മനോരഞ്ജൻ ചാനലുകളെന്ന് നീ വിനോദ ചാനലുകളെന്ന് നീ സ്വയം വിശേഷിപ്പിക്കുന്ന ഈ സ്വഭാവം നീ എന്ന് ഉപേക്ഷിക്കുമെന്ന് അമ്മയോട് അച്ഛൻ ചോദിക്കുകയാണ്. മമ്മി അപ്പോൾ മമ്മി ഒന്ന് സോൾവ് ചെയ്തുകൊണ്ട് പറയുകയാണ് 51 पर लगाओ. നിങ്ങൾ 51 पर लगाओ 51 വെച്ചോളിൻ. ന്യൂസ് ചാനൽ 50 के बाद ही है അല്ലേ, ന്യൂസ് ചാനൽ 50 के बाद 50 ശേഷമല്ലേ ന്യൂസ് വരുള്ളൂ. സാരെ നാശ് കർ ദിയ നശിപ്പിച്ചു. സാരെ സീരിയൽ കാ എൻ്റെ സീരിയൽ ഇദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്തു? നശിപ്പിച്ചു. സീരിയൽ കാണുന്ന ഒരു എന്താണ് ആ ഒരു കോൺസെൻട്രേഷൻ നിങ്ങൾ കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ ഓരോന്ന് പറയാണ്. പാപ്പ ന്യൂസ് ചാനൽ पर पहुंच जाते हैं. പാപ്പ എന്ത് ചെയ്തു? അപ്പോഴേക്കും ചേഞ്ച് ചെയ്തിട്ട് ന്യൂസ് ചാനലിൽ पहुंच जाते हैं ന്യൂസ് ചാനലിൽ അദ്ദേഹം വെച്ചു, അത് കാണുന്നു. ഓക്കെ, समाचार वाचिका. पूरे टोक्यो शहर में बिजली की सप्लाई ठप पड़ गई है और टावर्स टूट गई है, जिसके कारण शहर का संपर्क बाकी जगहों से खत्म हो गया है. इस भूकंप की तीव्रता रिक्टर पैमाने पर 7.1 मापी गई. जापान में पिछले माह भी भूकंप आया था. पापा मम्मी से सुन रही हो? ഇത് പറഞ്ഞുകൊണ്ട് പാപ്പ എന്ത് ചെയ്തു? അച്ഛൻ എന്ത് ചെയ്തു? ആ ന്യൂസ് ചാനൽ മാറ്റി. അപ്പോൾ അവിടെ ന്യൂസാണ് കാണുന്നത്. അപ്പോൾ സമാചാർ വാചിക അപ്പോഴേക്കും എന്താണ് സമാചാർ ന്യൂസ് വാചിക ന്യൂസ് റീഡർ അത് തുടങ്ങിയിട്ടുണ്ട്. എന്താണ്? പൂരെ ടോക്കിയോ ഷഹർമേ ടോക്കിയോ സിറ്റി മുഴുവൻ ബിജലിക്ക് സപ്ലൈ ബിജലി മീൻസ് പവർ അല്ലേ, പവറിൻ്റെ സപ്ലൈ മീൻസ് സപ്ലൈ, പവർ സപ്ലൈ ടപ്പ് പട്ട് ഗയി ഹേ അതിലെന്ത് വന്നു? നഷ്ടപ്പെട്ടു. അതായത് വൈദ്യുതി കണക്ഷൻസ് ഒക്കെ അവിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണ്? ടവേഴ്സ് ടൂട്ട് ഗയി ഹേ. പിന്നെ എന്തുണ്ടായി? ടവറുകളൊക്കെ ടൂട്ട് ഗയി ഹേ. ടൂട്ട്ന മീൻസ് ബ്രോക്കൺ, പൊട്ടി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അപ്പോൾ അവിടെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കണക്ഷൻസൊക്കെ എല്ലാ കണക്ഷൻസും വൈദ്യുതി കണക്ഷൻസൊക്കെ എന്ത് ചെയ്തു? നശിക്കപ്പെട്ടു. ജിസ്കെ കാരൻ ഷഹർ കാ സമ്പർക്ക് അത് കാരണം എന്താണ്? ഷഹർ കാ സമ്പർക്ക് ആ സിറ്റിയുമായിട്ടുള്ള ടോക്കിയോ എന്താണ് സിറ്റിയുമായിട്ടുള്ള എന്താണ് സമ്പർക്ക് കണക്ഷൻ ബാക്കി ജഗഹോംസെ മറ്റുള്ള രാജ്യങ്ങൾക്ക് മറ്റുള്ള പ്രദേശങ്ങൾക്ക് ഈ സിറ്റിയുമായിട്ടുള്ള കണക്ഷൻ എന്താണ്? ഗതം ഹോ ഗയാ ഹേ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് അവിടെ നടക്കുന്ന വീണ്ടും കൂടുതൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കാത്തൊരു സിറ്റുവേഷനാണ്. കാരണം എന്താണ് കാരണം? बिजली की सप्लाई टप पट गई है और टावर्स टूट गई है, इसलिए बाकी जगहों को टोक्यो शहर का संपर्क ഖത്തം ഹോ ഗയാ ഹെ അല്ലേ. ടോക്കിയോ ഷഹറുമായിട്ടുള്ള കണക്ഷൻസ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അറിയാൻ കഴിയാത്തൊരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ ഭൂകമ്പ തീവ്രത റിക്ടർ പൈമാനെ റിക്ടർ സ്കെയിലിൽ 7.1 മാപ്പി ഗയി ഹെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 7.1 ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് റിക്ടർ സ്കെയിലിൽ. ജപ്പാനിലെ പിച്ചിലെ മാഹുബി മാഹ് മീൻസ് മഹീന മന്ത് അല്ലേ, അത് കഴിഞ്ഞ മാസവും ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്.
പാപ്പ ഈ ന്യൂസ് ഇങ്ങനെ കേട്ടിട്ട് പാപ്പച്ച പറയാണ് മമ്മീസെ അമ്മയോട് ചോദിക്കുകയാണ് സുൻ രഹി ഹോ നീ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ आज लिए गए एकांगी का अंश बार बार पढ़ना कोई संदेह है तो मुझसे पूछिए. आज की कक्षा में हम समाप्त करती हूँ. धन्यवाद.